കോട്ടപ്പടി വേങ്ങൂർ പിണ്ടിമന പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന സൗരോർജ്ജ തൂക്കുവേലിയുടെ നിർമ്മാണം ഉടനാകും. നിർമ്മാണോദ്ഘാടനം വനം വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ നിർവഹിച്ചു. വെള്ളിയാഴ്ച വടക്കുംഭാഗം സെന്റ് ജോർജ് ഹൊറേബ് യാക്കോബായ സുറിയാനി പള്ളി ഓഡിറ്റോറിയത്തിൽ ആയിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ. കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്തിലെ വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കുന്നതിന് 3.25 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന 30 കിലോമീറ്റർ ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഫെൻസിംഗിന്റെ നിർമ്മാണം തുടങ്ങുന്നു. പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ നിർവഹിച്ചു. ഇവിടുത്തെ ജനങ്ങൾ വന്യജീവികളുടെ ആക്രമണം മൂലം മരണപ്പെടുക മാത്രമല്ല, ബാക്കിയുള്ളവരെ ദുരിതക്കയത്തിലൂടെ നീന്താൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇത് അടുത്ത കാലത്താണ് കൂടുതൽ വ്യാപകമായി നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ തുടങ്ങിയത്. സ്വാഭാവികമായും നേരത്തെ മുതൽ ഇല്ലാതിരുന്ന ഒരു പ്രക്രിയ വന്നപ്പോൾ എങ്ങനെയാണ് അതിനെ ഫലപ്രദമായി നേരിടുക എന്നത് സംബന്ധിച്ച് പലതരം അഭിപ്രായങ്ങളും പലതരം പരീക്ഷണങ്ങളും നമ്മൾ നടത്തി നോക്കുകയുണ്ടായി. കേരളത്തിലെ ഒരു മുൻ വനം മന്ത്രി അദ്ദേഹം പരസ്യമായി തന്നെ പറഞ്ഞു, ഞാൻ പലതും പരീക്ഷിച്ചതാണ്, ഞാൻ പക്ഷേ പരാജയപ്പെടുകയാണുണ്ടായത്. ഇവിടെ പലതും പരീക്ഷിക്കുക മാത്രമല്ല, വിജയിക്കുക തന്നെ ചെയ്യും എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഈ സർക്കാർ ഈ മേഖലയിലെ പ്രശ്നങ്ങളെ കാണാൻ ശ്രമിക്കുന്നതും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നത്. ആന്റണി ജോൺ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. സെൻട്രൽ സർക്കിൾ CCF ഡോക്ടർ ആർ ആടലരശൻ IFS ആമുഖ പ്രഭാഷണം നടത്തി. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ, കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ്, പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, തൃശൂർ ഡിവിഷൻ DFO രവികുമാർ മീണ, ചാലക്കുടി ഡിവിഷൻ DFO M വെങ്കിടേശൻ, മലയാറ്റൂർ ഡിവിഷൻ ACDF R സന്തോഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈമി വർഗീസ്, റഷീദ സലീം, മലയാറ്റൂർ വനം ഡിവിഷൻ DFO കുറ ശ്രീനിവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. അത് കുറച്ച് വൈകിയെങ്കിൽ കൂടി ഇന്ന് വളരെ ഫലപ്രദമാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ള സൗരോർജ്ജ തൂക്കുവേലിയാണ്. അത് ഡബിൾ ലൈൻ ഫെൻസിംഗ് ആണ്. ഏതാണ്ട് 30 കിലോമീറ്റർ ദൂരത്തിൽ നമ്മളിവിടെ സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ 3 പഞ്ചായത്തുകൾ, അതിൽ 2 പഞ്ചായത്തുകൾ കോതമംഗലം മണ്ഡലത്തിലാണ്, ഒരെണ്ണം പെരുമ്പാവൂർ മണ്ഡലത്തിലാണ്. ഇവിടെ കോതമംഗലത്തെ സംബന്ധിച്ച് 5 പഞ്ചായത്തുകളിൽ ഏറിയും കുറഞ്ഞും ഈ വന്യമൃഗശല്യം നിലനിൽക്കുന്ന പ്രദേശങ്ങളാണ്. അതിൽ കോട്ടപ്പടിയും പിണ്ടിമനയും കീരമ്പാറയും കുട്ടമ്പുഴയും കവളങ്ങാട് അടങ്ങുന്ന 5 പഞ്ചായത്തുകൾ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒട്ടേറെ ഇപ്പോൾ താൽക്കാലികമായി നിറച്ചു വെച്ചിട്ടുള്ള നിയമസഭാ സമ്മേളനത്തിലടക്കം നിരവധി പ്രാവശ്യം കഴിഞ്ഞ സഭയുടെ കാലത്തും ഇപ്പോൾ ഈ നിയമസഭാ സമ്മേളനത്തിലുമൊക്കെ ഈ വിഷയം സഭയുടെയും സർക്കാരിൻ്റെയും ഒക്കെ ശ്രദ്ധയിൽ നിരന്തരമായി കൊണ്ടുവന്നിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ഈ സഭയിൽ സബ്മിഷന് ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി നൽകിയത് വിശദമായി ഈ 2ാം ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം ഏതാണ്ട് 7 കോടി രൂപയിൽ പരം വരുന്ന വികസന പ്രവർത്തനങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഈ കോതമംഗലം മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനം വകുപ്പ് ചെയ്തിട്ടുള്ളത്. കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറ അയനിച്ചാലിൽ നിന്നും ആരംഭിച്ച് വേട്ടാമ്പാറ കടുക്കാസിറ്റി, പിച്ചപ്ര, കുളങ്ങാട്ടുകുഴി, കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലി, കോട്ടപ്പാറ, കൂവക്കണ്ടം, തോണിച്ചാൽ, കണ്ണക്കട, കൊളക്കാടൻ തണ്ട്, കുത്തുകുഴി വഴി വേങ്ങൂർ പഞ്ചായത്തിലെ മേക്കപ്പാല, കണിച്ചാട്ടുപാറ, വാവുലുപ്പാറ, പാണിയേലി വഴി പോരിൽ അവസാനിക്കുന്ന നിലയിലും വേട്ടമ്പാറ അയനിച്ചാൽ മുതൽ ഓൾഡ് ഫൂതുത്താങ്കെട്ട് വഴി പുഴത്തീരത്തുകൂടി പൂർണ്ണമായും കവർ ചെയ്യുന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഫലപ്രദമായ ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഫെൻസിംഗ് ആണ് പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കുക. നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് ആന്റണി ജോൺ M.L.A. പറഞ്ഞു. മീഡിയ സൃഷ്ടി, കോതമംഗലം.